പത്രപ്രവർത്തനത്തിന്റെ ധീരമാതൃകയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഭരണാധികാരികളുടെ അഴിമതിക്കും ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ തൂലിക പടവാളാക്കിയ സ്വദേശാഭിമാനിയുടെ നാടുകടത്തലിന് ഇന്നേക്ക് 114 വർഷമാകുന്നു. നട്ടെല്ലു വളയാത്ത മാധ്യമ പ്രവർത്തനത്തിന് ഇന്നും ആ സ്മരണ ശക്തി പകരും. തെറ്റ് ചെയ്താലും താനത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് സ്വദേശാഭിമാനി പറഞ്ഞത്. 1905 ഇംഗ്ലണ്ടിൽ നിന്ന് അച്ചുകൂടം വരുത്തിച്ച് വക്കം മൗലവി സ്ഥാപിച്ച സ്വദേശാഭിമാനിയുടെ മൂലധനം അതിന്റെ പത്രാധിപർ കെ രാമകൃഷ്ണപിള്ളയുടെ ധീരതയായിരുന്നു. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളെ രാഷ്ട്രീയ സാമൂഹ്യ വിമർശനത്തിന്റെ വേദിയാക്കിയത് സ്വദേശാഭിമാനിയായിരുന്നു. അധികാരികൾ ആരായാലും, ശങ്കരൻ തമ്പിയായാലും, ദിവാൻ രാജഗോപാലാചാരിയായാലും, ശ്രീമൂലം തിരുനാൾ രാജാവ് തന്നെയായാലും പേരെടുത്ത് തന്നെയുള്ള വിമർശനമായിരുന്നു സ്വദേശാഭിമാനിയുടെ മുഖപ്രസംഗങ്ങൾ. അനീതിക്കും അഴിമതിക്കും ഏകാധിപത്യത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരായ തീപ്പന്തം. അതിന് ഭരണകൂടം വിധിച്ച ശിക്ഷയായിരുന്നു കണ്ടുകെട്ടലും നാടുകടത്തലും. 1910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ തൽക്ഷണം തന്നെ ബന്ധനസ്ഥനാക്കി രാജ്യാതിർത്തി കടത്താനായിരുന്നു കൽപ്പന. ഒരു ജഡ്ക വണ്ടിയിൽ ആലുവമൊഴി ചുരം കടത്തിവിടുമ്പോൾ ഒരു ഫൗണ്ടൻ പേനയില്ലാതെ മറ്റൊന്നും പിള്ളയുടെ കയ്യിലുണ്ടായിരുന്നില്ല. പ്രവാസ ജീവിതത്തിനിടയിൽ ആ പേന കൊണ്ടാണ് പിള്ള മാർക്സിന്റെയും ഗാന്ധിയുടെയും ഉൾപ്പെടെ ജീവചരിത്രങ്ങളും പ്രധാന പുസ്തകങ്ങളും എഴുതിയത്. രാജ്യഭ്രഷ്ടനായി ദരിദ്രനും രോഗിയുമായി തീർന്ന ആ ധീര പത്രാധിപരുടെ അലച്ചിലും ജീവിതവും 1916 മാർച്ച് 28 കണ്ണൂരിൽ അവസാനിച്ചു. 1948 സെപ്റ്റംബർ 27 പയ്യാമ്പലം കടപ്പുറത്ത് നിന്ന് രാമകൃഷ്ണപിള്ളയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത് തിരുവനന്തപുരത്തെത്തിച്ച് വീണ്ടും സംസ്കരിച്ചു. അന്ന് ആ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മനോരമ പത്രാധിപർ KC മാമൻ മാപ്പിളയ്ക്കെതിരെ പട്ടംതാണുപിള്ള നടത്തിയ വിമർശനം പ്രസിദ്ധമാണ്. രാമകൃഷ്ണപിള്ളയെ നാടുകിടത്തിയപ്പോൾ ചെറുവിരലനക്കാതിരുന്നതിന് 38 വർഷങ്ങൾക്ക് ശേഷം മനോരമ പരസ്യമായി മാപ്പ് പറഞ്ഞ വേദി കൂടിയായിരുന്നു അത്. മാപ്പർഹിക്കാത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ മറ്റൊരു മഹാപ്രളയകാലത്താണ് ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നെഴുതിയ സ്വദേശാഭിമാനിയെ നാം ഓർക്കുന്നത്. ഭയകൗടില്യ ലോപങ്ങളിൽ മാധ്യമലോകത്ത് ഇന്ന് ഭരിക്കുന്നത് ഒറ്റ വികാരമാണെന്ന് മാത്രം, ഭയം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.